നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമേ, നീ എന്തേ കാണിക്കുന്നത്? വിദേശങ്ങളിലടക്കം ഉണ്ടായിരുന്ന കച്ചേരികൾ മുഴുവൻ ക്യാൻസൽ ചെയ്തു. 4-5 വർഷമായിട്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യാറില്ല. ആകെ ബാക്കി ഉണ്ടായിരുന്നത് ചില പ്രധാനപ്പെട്ട സിനിമകളിൽ പാടുന്നതാ. അതും കൂടെ വേണ്ടെന്ന് വെച്ച ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാതാവാൻ അധിക സമയമൊന്നും വേണ്ട. അത് കഴിഞ്ഞ് എങ്ങോട്ട് ഓടി ഒളിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്? ഒളിക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്ന് കരയാൻ പറ്റില്ല. ഒരല്പം നേരം മനസമാധാനത്തോടെ ഒന്ന് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ട അങ്ങനെ ഒരു പൊസിഷനും. ശ്യാമ, എത്രയോ പേര് കൊതിക്കുന്ന പൊസിഷനാ അത്. എനിക്ക് വേണ്ട. എനിക്ക് എന്റെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന അമ്മയായാ മതി. അവൾക്ക് വേണ്ടി കരയാനുള്ള സ്വാതന്ത്ര്യം മതി. അവളെ കണ്ടുപിടിക്കാൻ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് എത്ര തവണ പറഞ്ഞു. അതിന്റെ പേരിൽ എത്ര പേർക്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തു. ആരെങ്കിലും കണ്ടുപിടിച്ചോ? ഇക്കാര്യത്തിൽ ശ്യാമ എന്നെ കുറ്റപ്പെടുത്തണ്ട. ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുക. ശ്യാമ, പ്ലീസ്, എന്നെങ്കിലും ആ മോള് നിന്റെ അരികിലേക്ക് തിരിച്ചെത്തുമ്പോ അവളുടെ അമ്മ ലോകം ആരാധിക്കുന്ന ശ്യാമ തന്നെ ആയിരിക്കണം. അതായിരിക്കണം ആ കുഞ്ഞിനുണ്ടാവുന്ന ഏറ്റവും വലിയ അഭിമാനം. അതിനുവേണ്ടിയെങ്കിലും കമ്മിറ്റ് ചെയ്ത പ്രോഗ്രാമിൽ നിന്ന് മാറരുത്. ആ കുഞ്ഞിനെ നിനക്ക് വേണ്ടി ആരും കണ്ടുപിടിക്കില്ല. ആ കുഞ്ഞിന്റെ മുന്നിലേക്ക് നീ ഒരിക്കലും എത്തേയില്ല. കൃഷ്ണ, ആരോരും അല്ലാതിരുന്ന എനിക്ക് അഭയം തന്ന കുടുംബം, അനാഥയായ എനിക്ക് അച്ഛനും അമ്മയായവരെവര്, അവർക്കൊരു വേദനയും കൊടുക്കില്ല. എല്ലാ വേദനയും ഞാൻ സഹിച്ചോളാം. എന്റെ അമ്മയ്ക്കും അച്ഛനും മനസ്സമാധാനം കൊടുക്കണേ. കാര്യട്ട മുത്തശ്ശി, ഈ പ്രായത്തിലും കണ്ടില്ലേ മുത്തശ്ശി എങ്ങനെ ചൊകചൊകാന്ന് പറഞ്ഞ് കണിമംഗലത്തെ മഹാറാണിയായിട്ടിരിക്കുന്നത്. ഞാൻ തെരഞ്ഞെടുക്കുമ്പോ അങ്ങനെ ഒരാളെ തെരഞ്ഞെടുക്കണ്ടേ? അങ്ങനെ ഒരാള് വരും. അല്ലെങ്കിൽ ഈ ഇഷ്ടം എന്ന് പറയുന്നതേ കരുതിക്കുട്ടി ഉണ്ടാവേണ്ട ഒന്നല്ല. അതിങ്ങനെ തനിയെ തനിയെ പൊട്ടി മുളച്ചുണ്ടാവണം എന്ന് പറഞ്ഞ മുത്തശ്ശിക്കും മുത്തശ്ശിനും ഉണ്ടായതുപോലെ അല്ലേ? ലവ് സ്റ്റോറിയൊക്കെ എനിക്ക് അറിയാൻ കേട്ടോ. ഒന്നും പോടാ. എന്നിട്ട് പറ നിന്റെ വിശേഷങ്ങൾ. ഈ ലോകത്ത് എവിടെ കറങ്ങി നടന്നാലും ഈ മുത്തശ്ശിയുടെ മടി കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. എവിടെയായിരുന്നു ഇതുവരെ? ചോദിച്ചു കേട്ടില്ലേ? അച്ഛാ,
കള്ളം പറയരുത്. പ്രിയേ, നീ കാരണം ഈ കുടുംബം അപമാനിക്കപ്പെട്ടു. നാട്ടുകാർ മുഴുവൻ രാധികയുടെ നേർക്ക് വിരൽ ചൂണ്ടി. എന്നിട്ട് പതുങ്ങി പതുങ്ങി കയറി വന്നിരിക്കുക. എവിടെയായിരുന്നടി നീ? അമ്മ, ഞാൻ പൂജയ്ക്ക് പോകാൻ തയ്യാറായതാ. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു പൂജ ചേച്ചിക്ക് ചെയ്യണോന്ന്. പ്രിയേ, ചേച്ചിയുടെ ആഗ്രഹമല്ലേ, അത് സാധിച്ചോട്ടെ എന്ന് ഞാനും കരുതി. ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയതാ. എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരു നോട്ട് വാങ്ങാനുണ്ടായിരുന്നു. കേട്ടില്ലേ കേട്ടില്ല ദേവാനി? ഉണ്ടായ സകല കുഴപ്പങ്ങൾക്കും കാരണം ആരാണെന്ന് മനസ്സിലായില്ലേ നിനക്ക്? നീ നോക്കിക്കോ, ഈ കുടുംബം ഇവള് കൊണ്ട് ഇല്ലാതാവും. ആ മോളെ, മോളകത്തേക്ക് ചെല്ല്. ഇവിടെ വാടി. നീ എന്താടി മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചു വെച്ചിരിക്കുന്നേ? എന്നാ ഈ കുടുംബത്തിന് നീ തീയിടുന്നത്? നിനക്ക് മറ്റെന്തേലും കാരണം പറയായിരുന്നില്ലേ? നിനക്ക് പകരം ഞാൻ പൂജ ചെയ്തുകൊണ്ട് പൂജ മുടങ്ങി. അച്ഛനെ അമ്പല കമ്മിറ്റിക്കാര് വിലക്കി. ഇപ്പൊ ഞാൻ മാത്രം കുറ്റക്കാരിയല്ലേ? അല്ല, ചേച്ചി എന്തിനാ പൂജ ചെയ്യാൻ പോയത്? ഞാൻ സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ പൂജ ചെയ്യണ്ടായിരുന്നല്ലോ. മുടങ്ങട്ടെ, ആർക്കാ നഷ്ടം? ചേച്ചിക്കിപ്പൊ പൂജ മുടങ്ങിയതും അച്ഛനെ വിലക്കിയതും ഒന്നും അല്ല സങ്കടം. നാട്ടുകാർക്കിടയിൽ സ്വന്തം പേര് നഷ്ടപ്പെട്ടതില്ല. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിന് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? എന്റെ നഷ്ടം എത്രയാന്നാ വിചാരിച്ചിരിക്കുന്നത്? എടി, നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ? ചിലപ്പോ കുറച്ച് കുറ്റമൊക്കെ കേൾക്കേണ്ടി വരും. അത്രയ്ക്കുള്ള അർഹതയല്ലേ ഉള്ളൂ. അത്രയ്ക്കുള്ള അർഹതയുള്ളൂ. നിന്റെ മനസ്സിലും അതുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.